അഭിക് ചാറ്റർജി ഒഡീഷ എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ശേഷം നടത്തിയ ആദ്യത്തെ മാസീവ് കോൺട്രാക്ട് അമീർ അൻവാഡയുടേതായിരുന്നു. 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിൽ പുള്ളിയെ കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ സാലറി കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഈ സീസണിൽ നമ്മൾ മോഹൻ ബഗാനിലേക്ക് ആളെ ലോണിലങ്ങ് പറഞ്ഞു വിട്ടു. ഒരു ആണ് പോയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മോഹൻ ബഗാന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ അവർക്ക് ആളുകളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും താരങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ത്വര അവർക്കുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം അവർ നിഷ്കരണം പറിച്ചുകൊണ്ട് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ പോകാൻ പോകുന്ന താരങ്ങളിൽ ഒരാളായിരിക്കും അമീർ അൻവാഡ എന്നാണ് അറിയാൻ കഴിയുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന വളരെ ക്ലോസ് സർക്കിളുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമീർ അൻവാഡയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ മറ്റേ തിയോക്ലിസ് തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാള് പോലെയാണ് സിറ്റുവേഷൻ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരത്തിനെ കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവർക്ക് റൈറ്റ് ബാക്കിലേക്ക് അമീർ അൻവാഡയുടെ പെർഫോമൻസ് ഇഷ്യൂ കൊണ്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സിന് എത്ര തുകയായിരിക്കും ചോദിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അവരൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഈ സീസൺ അവസാനിക്കുന്നതോട് കൂടിയിട്ട് അമീർ അൻവാഡ ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.